Hello everyone, welcome back. എന്ന് പറയുന്നില്ല, വെൽക്കം ടു our YouTube channel. ഇറ്റ്സ് യുവർ ചാനൽ. My YouTube channel. പറഞ്ഞോളൂ, പേര് പറയൂ. Nidhi the Sailor. ഓക്കെ, സോ ആസ് യു ഓൾ നോ, ഇത് ഇച്ചാൻ്റെ ഫസ്റ്റ് ഫുൾ ലെങ്ത് വീഡിയോ ആണ് ആളുടെ ചാനലിൽ വരുന്നത്, നിധി ദ സെയിലർ. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു Q&A റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പേഴ്സണൽ ക്വസ്റ്റ്യൻസും പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാമെന്ന്. അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇച്ചാൻ്റെ ചാനലിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്തപ്പോൾ ഞാൻ ഷോക്കായി. എൻ്റെ ചാനലിൽ വന്നേക്കണേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആളുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് അത് സെയിം ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആളുടെ ചാനലിൽ തന്നെ നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബിഫോർ ദാറ്റ് ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണേന്നായിരിക്കും, കപ്പിൾ Q&A കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഏവിയേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ട്. കപ്പിൾ റിലേറ്റഡ് എന്നുള്ളതും കൂടെ ഞാൻ ഇട്ടത് കൊണ്ട് ഞാൻ വന്നിരിക്കണതാണ്. എല്ലാവരും ഒന്നും പറയരുത്. ആൻഡ് എന്തായാലും വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആദ്യമായിട്ട് ആളുടെ ചാനലിൽ കാണാൻ പോകുന്ന പ്രൊഫഷൻ, ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫഷൻ ആൻഡ് പിന്നെന്താ പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. വിത്ത് യുവർ ബ്ലെസ്സിങ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മെർച്ചൻ്റ് നേവിയിലേക്ക് വന്നത്, മെർച്ചൻ്റ് നേവി പ്രൊഫഷനിലേക്ക് എങ്ങനെ എത്താൻ പറ്റുക, എസ്പെഷ്യലി +2 ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും +2 കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന കുട്ടികൾക്കുമാണ് ചോദിക്കുന്നുണ്ട് ഏത് സ്ട്രീം എടുക്കണം എന്നോ. ഓക്കെ, ബേസിക്കലി 10th കഴിഞ്ഞവർക്കാണെങ്കിൽ +2 സയൻസ് ആണ് എടുക്കേണ്ടത്. +2 സയൻസ് കഴിഞ്ഞവർക്കാണെങ്കിൽ മിനിമം 60% മാർക്ക് വേണം ജോയിൻ ചെയ്യാനായിട്ട്, മെർച്ചൻ്റ് നേവി കോഴ്സ് എടുക്കാനായിട്ട്. എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഈ ഒരു പ്രൊഫഷനിൽ? 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ബേസിക്കലി മെർച്ചൻ്റ് നേവിയിലേക്ക് വരുമ്പോൾ. ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഗാലി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിഗേഷൻ പ്ലസ് കാർഗോ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അതുപോലെ എഞ്ചിനാണെങ്കിൽ മെയിൻ എഞ്ചിൻ റണ്ണിങ്, ഓവറോൾ മെഷീനറീസ് അതിൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ്. ഗാലി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കിച്ചൺ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഗാലി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെന്റിലേക്കും സയൻസ് ഗ്രൂപ്പ് വേണ്ട, 3 ഡിപ്പാർട്ട്മെന്റിലേക്കും സയൻസ് ഗ്രൂപ്പ് വേണ്ട. ഡെക്ക് പ്ലസ് എഞ്ചിൻ ബോത്ത് ഡിപ്പാർട്ട്മെന്റിൽ സയൻസ് ഗ്രൂപ്പ് മസ്റ്റായിട്ട് വേണം. എത്ര പെർസെൻറ്റേജ് വേണം? 60+ വേണം ജോയിൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എടുക്കുന്ന കോഴ്സുകൾ, ഡെക്ക് ആണെങ്കിൽ DNS എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. അതുപോലെ തന്നെ ബേസിക് നോട്ടിക്കൽ സയൻസ് ഉണ്ട്. ഈ 2 കോഴ്സ് ഡിഗ്രിയും ഡിപ്ലോമയും ഉണ്ട്. വിത്ത് ഡിഗ്രിയും ഡിപ്ലോമ 1 ഇയർ കോഴ്സ് പോലെയും 1 ഇയർ കോഴ്സാണ് DNS എന്ന് പറഞ്ഞ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ്. ബേസിക് നോട്ടിക്കൽ സയൻസ് ആണ് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് വരുന്നത്. ഡിഗ്രി ചെയ്യുന്നതും ഡിപ്ലോമ ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അധികം വ്യത്യാസമല്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ് പഠിച്ചു വരുന്നത്. ഡിഗ്രി കോഴ്സിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ലാസ്റ്റ് ഒരു ഓറൽ എക്സാമും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് ഒരു 12 മന്ത്സ് ലൈവായിട്ട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 18 മന്ത്സ് ഓൺ ബോർഡ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടിയിട്ട് അവർ അപ്പിയർ ചെയ്യും. അതാണ് വ്യത്യാസമുള്ളൂ. ബെറ്റർ ചോയ്സ് ഞാൻ പറയുന്നത് DNS എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ അത്രയും 3 വർഷം അവർക്ക് പഠിക്കണം എന്താണെങ്കിലും അല്ല, ഈ ഡിഗ്രി പോലെ 3 വർഷം അവർ ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് 18 മന്ത്സ് ഓൺ ബോർഡ് പോയി ട്രെയിനിങ് ചെയ്യണം. BSc നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞവർക്ക് 12 മന്ത്സ് കഴിയുമ്പോൾ അവർക്ക് സെക്കൻഡ് വൈറ്റ് എക്സാമിന് ഡെക്കിലാണെങ്കിൽ. ഇനി എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് വരാം. അതല്ലെങ്കിൽ മെക്കാനിക്കൽ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഒരു 1 ഇയർ മെർച്ചൻ്റ് നേവി കോഴ്സ് ഉണ്ട്, GME എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സാണത്. അത് ചെയ്തിട്ട് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ അവർ മറൈൻ എഞ്ചിനീയറിംഗ് 5 ഇയർ കോഴ്സ് അല്ലേ വരുന്നത് അവരുടെ? അത് തന്നെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4 ഇയേഴ്സ് അല്ലേ? 4 + 5 years. ഓക്കെ. ബോത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മെർച്ചൻ്റ് നേവി ഒരു കോളേജിൽ വന്നിട്ട് GME എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞവർ പോകുന്നത്. അതല്ലാത്തവർ +2 കഴിഞ്ഞവരാണെങ്കിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്.
ഈ രണ്ട് കോഴ്സും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡെക്കിലേക്കാണെങ്കിലും എഞ്ചിനീയറിംഗിലേക്കാണെങ്കിലും അവർക്ക് ചെയ്യേണ്ടത് IMU CET എക്സാം എന്ന് പറഞ്ഞിട്ട് എക്സാം ഉണ്ട്. അത് മാൻഡേറ്ററി ആണ്. DG ഷിപ്പിംഗ് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു എക്സാമാണ് IMU സെറ്റ്. ഒരു എൻട്രൻസ് എക്സാം എന്നൊക്കെ പറയുന്ന പോലെ ഒരു എൻട്രൻസ് എക്സാമാണ്. അത് മാൻഡേറ്ററി ആണ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിലും ഏത് കോഴ്സ് എടുക്കണമെങ്കിലും ഈ IMU സെറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് അതിൽ റാങ്കിൽ വന്നാൽ മാത്രമാണ് അവർക്ക് കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ ഗാലി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കിച്ചൺ ഡ്യൂട്ടി, അതായത് ഒരു ഷെഫിന്റെ വേക്കൻസിയിൽ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ട്, ഷെഫായിട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലാണ് ഗാലി ഡിപ്പാർട്ട്മെന്റിലേക്ക് പറ്റുമല്ലോ. അപ്പം അതിന് ശരിക്കും ഹോട്ടൽ മാനേജ്മെന്റ് അല്ലേ? ഗാലി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതിന് +2 ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല. 10+2 ആണ്. വേണമെന്നില്ല. ഇല്ല, 10+2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷെ അതിനും അറൗണ്ട് 50 to 60% മാർക്ക് വേണം. സ്പെഷ്യലി ഇംഗ്ലീഷ് ഓൾസോ. ഇംഗ്ലീഷിന് 60% മാർക്ക് എന്തായാലും വേണം. അതിപ്പോ 3 ഇതിലേക്കാണെങ്കിലും വേണം. മറ്റ് 2 ഡിപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞപ്പോഴാണെങ്കിലും 60% മിനിമം മാർക്ക് വേണം. അതുപോലെ തന്നെ PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റിനും 60% മാർക്ക് വേണം. ഗാലി ഡിപ്പാർട്ട്മെന്റിലേക്ക് 50 to 60% മാർക്ക് മതി. ആൻഡ് ഓൾസോ 50% അടുത്ത് ഇംഗ്ലീഷിനും മാർക്ക് വേണം 12th. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ. അപ്പൊ അവർക്ക് ഹോട്ടൽ മാനേജ്മെന്റ്, അവർക്ക് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു OCCP എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അതൊരു OCCP ഒരു ഓറിയന്റൽ കോഴ്സാണ്. ഒരു 2 weeks കോഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ബേസിക് STCW കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് മർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ ഒരു 6 month കോഴ്സ് ഉണ്ട്, CCMC എന്നാണ് പറയുന്നത്. ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് മർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. IMU സെറ്റ് എക്സാം ചെയ്യുമ്പോൾ അതിന് 60% മാർക്ക് മതി IMU സെറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ വരുന്നത്. ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള കോഴ്സുകളെല്ലാം കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ശരിക്കും പ്രൊഫഷനിലേക്ക് എത്താൻ പറ്റുക? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഈ IMU സെറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കമ്പനി സ്പോൺസർഷിപ്പ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. ഇപ്പം ഈ പറയുന്ന കോഴ്സുകളൊക്കെ കഴിഞ്ഞ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് മീറ്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ? കഴിഞ്ഞിട്ട് IMU സെറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് ഏതൊക്കെയായിരിക്കും? കമ്പനി സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ MSI, MSc, ആംഗ്ലോ ഈസ്റ്റേൺ, സിനർജി അങ്ങനെയുള്ള കമ്പനികളാണ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ആംഗ്ലോ ഈസ്റ്റേൺ, അതുപോലെ തന്നെ സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുവാണെങ്കിൽ അവർക്ക് ആ ഷിപ്പിംഗ് കമ്പനിക്ക് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ അവിടെ ഒരു ജോബ് അഷ്യൂരിറ്റി ഉണ്ടാവും. അവർ തന്നെ ജോബ് കൊടുക്കുന്നുണ്ടാവും. പോയി പെടരുത്. കാരണം ചില ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. മർച്ചൻ്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ എടുത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുണ്ട്. പക്ഷേ അവരൊരിക്കലും ഒരു ജോബ് അഷ്യൂരിറ്റി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ മിക്ക മാനേജ്മെൻറ്റ് കമ്പനീസും വന്നിട്ട് നല്ല നല്ല അക്കാഡമീസിൽ പോയിട്ട് അവർ ഇൻ്റർവ്യൂ എടുത്ത് സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ മിക്ക ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോയിട്ട് ചതിപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് ശേഷം അവർക്ക് ജോബ് ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ ഒന്നാമത് കമ്പനീസിൽ കുഴപ്പമില്ല, റിപ്പീറ്റഡ് കോളേജിലാണെങ്കിലും കുഴപ്പമില്ല. അതന്നെ. ഇപ്പം ഇതിനകത്തേക്ക് ജോബ് കിട്ടാതെ അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നിട്ട് ജോബ് ഇല്ലാണ്ട് ഒരുപാട് പേര് അലയുന്നുണ്ട്. ഒരുപാട് പേര് ഏജൻസിന് പൈസ കൊടുത്തിട്ട്, കുറേ പേര് ഏജൻസിന് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസ് ആണെങ്കിൽ അവർ കയറ്റിവിടും. പക്ഷെ എന്നാലും ഒരു 3 to 4 lakhs ഒക്കെ കൊടുത്തിട്ടാണ് മിനിമം കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. +2 മുതലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്ത് സ്ട്രീം എടുക്കണം, എത്ര % വേണം, അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യേണ്ട കമ്പനി ഏതാണ്, കഴിഞ്ഞിട്ടുള്ള കോഴ്സ് ആൻഡ് ദെൻ കമ്പനീസ്. കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഓരോ സെക്ഷനായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഇപ്പോൾ ഡെക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കോഴ്സിന് അല്ലെങ്കിൽ ഈ എൻജിനീയറിങ് പഠിക്കുന്നതിന് ഈ ഗാലിയിലേക്ക് ഷെഫായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ 3 പ്രൊഫഷനും എത്ര കോസ്റ്റ് വരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മർച്ചന്റ് നേവി പഠിക്കാൻ നല്ല ചിലവുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ DNS കോഴ്സൊക്കെ എടുക്കാനായിട്ട് ഒരു 6 lakh എബോവ് ആവും 1 year. ഇനീഷ്യലാണോ?
6 month 2 സെം ആയിരിക്കും 6 months വെച്ചിട്ട്. അപ്പോൾ 2 സെം ആയിട്ട് ഫീ കൊടുത്താൽ മതിയോ. പക്ഷേ അറൗണ്ട് ഒരു 6 lakh അബോവ് അതിന് വരും. BSc ആണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ അബോവ് കോസ്റ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഇനി +2 ബേസിക് സയൻസ് ഇല്ലാത്തവർക്ക് ഒരു കോഴ്സ് ഉണ്ട്, GP റേറ്റിംഗ് എന്ന് പറഞ്ഞ ജനറൽ പർപ്പസ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അതിന് 10+2 ആണ് വേണ്ടത്. പക്ഷേ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണ്ട. അവർക്ക് ഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഒരു ഓഫീസർ റാങ്കിലേക്ക് അല്ലാണ്ട് ക്രൂ ആയിട്ട് പോകാനായിട്ട് ഈ കോഴ്സ് എടുത്താൽ പോകാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളതിനൊക്കെ എത്രയൊക്കെ? അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ മിസ്സായത്, ഇപ്പോൾ ETO ഇലക്ട്രിക്കൽ ഓഫീസർ എന്നുള്ളൊരു റാങ്ക് ഉണ്ട് ഷിപ്പിൽ. ഇപ്പോഴത്തെ കറക്റ്റ് സിറ്റുവേഷനിൽ ETOസിനൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഷിപ്പിൽ. ഒരുപാട് ഇപ്പം മിക്ക കമ്പനീസിലും ETO ഒരു എന്താ പറയുക, ആ ഒരു ഗ്രാഫ് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ ചോദിക്കാം, ഇപ്പം ഡെക്കിലേക്കൊക്കെ പോകുന്നെങ്കിൽ മിനിമം ഫസ്റ്റ് നമ്മൾ കരുതേണ്ടത് 6 lakh കുറഞ്ഞത് എബോവ് 6 lakh എബോവ് വേണ്ടി വരും. ഇനി അതുപോലെ GP റേറ്റിംഗ് ഒക്കെ വരുന്നെങ്കിൽ ഒരു 3 lakhs താഴെ വരുള്ളൂ. 6 month കോഴ്സാണ് അത് ഒരു 3 lakhs താഴെ വരുള്ളൂ. ഇനി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ സെയിം 6+ വരും. ഇനി ഇതാണെങ്കിലോ, ഗാലി ആണെങ്കിൽ ഇപ്പം നാട്ടിൽ എവിടെയെങ്കിലും ഹോട്ടൽ മാനേജ്മെന്റ് പോവുകയാണെങ്കിൽ അറിയാലോ ഓൾമോസ്റ്റ് എത്ര കോസ്റ്റ് വരും എന്നുള്ളത്. അതനുസരിച്ച് ഇനി ഡയറക്റ്റ് ഞാൻ പറഞ്ഞ CCMC കോഴ്സാണ് ഒരു മർച്ചന്റ് നേവി കോളേജിൽ പോയി പഠിക്കുന്നതെങ്കിൽ ഒരു 1.5 lakhs to 2 lakhs അടുത്ത് വരും. പക്ഷേ ഇതാകെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് വരുന്ന അല്ലെങ്കിൽ ആ കോഴ്സിന് വരുന്ന ഒരു പഠിക്കാൻ വരുന്ന എമൗണ്ട് അല്ലേ ഇത്? ഇനി ഇത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ പ്രൊമോഷൻസ് ഉണ്ടല്ലോ, ഓരോ ഡെസിഗ്നേഷൻ അനുസരിച്ചിട്ട്. അതെന്തൊക്കെയാണ്? ഇപ്പം ഡെക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്തൊക്കെ ഇത് വരുന്നുണ്ട്, ഡെസിഗ്നേഷൻസ് വരുന്നുണ്ട്? ഡെസിഗ്നേഷൻ വരുമ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ഒരു ഓഫീസർ ആണെങ്കിൽ പോകുമ്പോൾ ഡെക് കേഡറ്റ് ആയിട്ടായിരിക്കും. അതാണ് ഡെക് കേഡറ്റ് ട്രെയിനി കേഡറ്റ് ആയിട്ടായിരിക്കും ഫസ്റ്റ് റാങ്കിൽ പോകുന്നത്. അതിനുശേഷം സെക്കൻഡ് മേറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതൊരു തേർഡ് ഓഫീസർ ആവും. തേർഡ് ഓഫീസർ എന്ന് പറഞ്ഞ റാങ്ക് ഉണ്ട്. തേർഡ് ഓഫീസർ ആയതിനു ശേഷം പ്രൊമോഷൻ കിട്ടുന്നത് സെക്കൻഡ് ഓഫീസർ ആവും. അതിനുശേഷം ചീഫ് ഓഫീസർ ആവും. ദെൻ ക്യാപ്റ്റൻ, മാസ്റ്റർ ആവും. ഈ ഓരോ പ്രൊമോഷൻ കിട്ടി പോകുന്നെങ്കിലും അതിനും ഓരോ എക്സാംസ് ഉണ്ടല്ലോ, അതൊക്കെ എത്ര എമൗണ്ട് വെച്ചിട്ട്? നമ്മുടെ നാട്ടിൽ എക്സാം ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റ് അതിന് ശേഷം വരുന്നില്ല. ഓരോ അഡ്വാൻസ് കോഴ്സിനും കാര്യങ്ങൾക്കും വരുന്ന കുറച്ചുള്ള എമൗണ്ട് ഉള്ളൂ. മീൻസ് പല സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരുപാട് പഠിക്കാനില്ല എന്നും പറഞ്ഞിട്ട് ആരും മോശം ലെവലിലേക്ക് വരണ്ട. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പഠിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ GP റേറ്റിംഗ് കഴിഞ്ഞവർക്ക് ഒരു ഓഫീസർ ആവണമെങ്കിൽ UK പോലുള്ള സ്ഥലത്ത് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഓഫീസർ ആവാമെന്നും കൂടിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് അധികം വരും. കാരണം അവിടുത്തെ ലിവിങ് കോസ്റ്റ്, കോഴ്സിൻ്റെ ട്യൂഷൻ ഫീ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അധികം വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ റിലേറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് അധികമായിരിക്കും. പക്ഷേ നാട്ടിൽ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ എക്സാം ചെയ്യാമെന്നുള്ളൂ. അതൊരു നമ്മളവിടെ പുറത്ത് പോയി ചെയ്യുന്നതിൻ്റെ പകുതിയായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ടും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ വരാം എന്നുള്ളൊരു മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടുപേരുടെയും ഫുൾ നെയിം പറയോ? നിതീഷ് മൈക്കിൾ, ഐശ്വര്യ ബാബു. ഹൗ ടു ബിക്കം, ഈ ക്വസ്റ്റ്യൻ ഫ്രീക്വൻ്റ് ആയി വന്നുകൊണ്ട് ആ ക്വസ്റ്റ്യനിന് ആൻസർ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ചോദിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് വന്നേക്കുന്നത്. വാട്ട് മോട്ടിവേറ്റ്സ് യു ടു ജോയിൻ മെർച്ചന്റ് നേവി? എന്തായിരുന്നു മോട്ടിവേഷൻ? മോട്ടിവേഷൻ എനിക്ക് കിട്ടിയ മോട്ടിവേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കാരും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തനിയെ തേടി പോവായിരുന്നു. അപ്പോൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെ അതെ, അങ്ങനെ തന്നെ പോയി. ഞാൻ തനിയെ പോവായിരുന്നു ചെയ്തത്. എനിക്ക് ബേസിക്കലി ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച്, എന്താണ് ജോലി സാധ്യതകളും കാര്യങ്ങളും ഒന്നും. തനിയെ ഓരോന്നും മനസ്സിലാക്കി അവിടെ ഇവിടെയൊക്കെ ചോദിച്ചും വീഡിയോസൊക്കെ കണ്ടും അങ്ങനെ തന്നെയാണ് ഞാനും മോശം നേവിയിലേക്ക് ഒരു ഫീൽഡിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോയത്. പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റിലാവാൻ പറ്റും. പിന്നെ അതുപോലെ കുറച്ചുകൂടെ എനിക്ക് കുറച്ച് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് പേരിൽ ആ ഒരു റിലേറ്റഡ് ലൈഫായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാം, നമുക്ക് നല്ല ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ പണ്ട് മറ്റേ കൊടികളായിരുന്നു, ഓരോ കൺട്രീസിൽ പോകുന്നതിന് ഫ്ലാഗ്സ്. ഇപ്പം ഹൈലൈറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കൺട്രിയുടെ നെയിം വെച്ചിട്ട് മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിൽ ആക്ച്വലി അധികം ഇല്ല. കാരണം ഓരോ സ്റ്റോറീസും കാര്യങ്ങളും മെൻഷൻ ചെയ്തതിൻ്റെയാണ്
അതിൽ ഹൈലൈറ്റ്സിൽ മെൻഷൻ ശരിക്കും ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ വേഗം സെറ്റിൽ ആവാനും പുറമെ കാണുന്ന ഒരു പോളിഷ് ലൈഫ് കണ്ടിട്ടും എടുത്ത ഒരു പ്രൊഫഷനാണ് മെർച്ചന്റ് നേവി. ഓഫ് കോഴ്സ്, അല്ലാണ്ട് ആരും കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പോവില്ലല്ലോ. നല്ല കഷ്ടപ്പാടുള്ള ഒരു ഫീൽഡാണ് മെർച്ചന്റ് നേവി. അതുപോലെ തന്നെ നമുക്ക് ചിലർ പറയും മെർച്ചന്റ് നേവി കാശ് വാരുവാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് അതിനനുസരിച്ച് നമുക്ക് പേ ചെയ്യും. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. കാരണം ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എന്താണ് പോസിറ്റീവും നെഗറ്റീവും എന്നുള്ളത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഓരോരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യാം, നല്ല ഹൈലി പെയ്ഡ് ആണ്. പിന്നെ എന്താ പറയുക, പക്ഷെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫാമിലി വിട്ടിട്ട് മാറി നിൽക്കണം. അല്ല, ഈ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മോട്ടിവേഷൻ ചോദിച്ചുകൊണ്ട് തന്നെ ആൾക്ക് ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ഒരു ലൈഫ് സ്റ്റോറി ഉണ്ട്. എങ്ങനെ എത്തിപ്പെട്ടു, ആ ഒരു മോട്ടിവേഷൻ കിട്ടിയ കാര്യങ്ങളും അതിനൊക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റോറി ഉണ്ട്. അത് എനിക്ക് തോന്നുന്ന ഒരു സെപ്പറേറ്റ് കണ്ടന്റ് പറ്റുള്ളൂ. കാരണം ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ നിന്ന് ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്നിട്ട് ഒരു അരമണിക്കൂർ വീഡിയോ ഉണ്ടാവും. അപ്പൊ അതെന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. So the next question is, Aishu have to interested return back as a cabin crew after delivery? It's a big no. ഞാനിത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ ഒരു പ്രൊഫഷനിലേക്ക് എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ക്യാബിൻ ക്രൂ ജോബ് എനിക്ക് ഇഷ്ടമില്ല എന്നല്ല കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമൊക്കെയാണ്. ഐ ലവ് ഫ്ലൈ. അല്ല, ഇപ്പൊ മടിയാണ്, മീൻസ് ഇവിടെ എല്ലാം വിട്ടിട്ട് പോവാനും ഒക്കെ മടിയാണ്. അല്ല, നമ്മൾ ചോദിക്കുമ്പോൾ ഐ ലവ് ഫ്ലൈയിങ്, ഇന്റർവ്യൂവിന് അങ്ങനെയാണല്ലോ തട്ടിവിടുക. ബട്ട് ദ ട്രൂത്ത് ഈസ് ആ ജോബ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല ഫോർ എ ഫാമിലി ലൈഫ്. ഇൻ ദ സെൻസ് നെഗറ്റീവായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഏതൊരു ജോബിനും പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സൈഡ് അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ പ്രയോറിറ്റി ഫാമിലിയാണ്. ഇപ്പം ബേബി വന്നു കഴിഞ്ഞാൽ ബേബീനെ ഇവിടെ ഇട്ട് പിന്നെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സീല് ഞാൻ അതാണ് മെയിനായിട്ട് റിസൈൻ ചെയ്ത് പോകുന്നതിൻ്റെ റീസൺ എന്ന് നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി. അങ്ങനെയല്ല. കാരണം ഇപ്പോൾ എനിക്ക് ഞാനിവിടെ ബിസിനസ് ഒക്കെ ഉണ്ട്, നമുക്കൊരു ഓൺ കോളേജ് ഉണ്ട്. ഇപ്പോഴും പലർക്കും അറിയത്തില്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി. അത് ഒരു ഡൗട്ടാണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എന്ന്. അത് സ്വന്തം അക്കാഡമി തന്നെയാണ്. അപ്പോൾ അതിൽ ഒത്തിരി പേരുടെ ഡൗട്ടാണ് ഞാൻ പ്രൊമോഷനായിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജ്. അല്ല, നമ്മുടെ സ്വന്തം കോളേജ് തന്നെയാണ് കേട്ടോ. അങ്കമാലിയിലാണ് വരുന്നത്. ഞാനിപ്പോൾ ക്യാബിൻ ക്രൂ ട്രെയിനിങ് അവിടെ എടുക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം കോളേജ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ഇപ്പോഴും ക്യാബിൻ ക്രൂ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കിനി പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ബേബി വരുന്നു, ബേബീനെ നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഹസ്ബൻഡ് എന്തായാലും സീലായതുകൊണ്ട് ഈ രണ്ട് ദിക്കി കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ ആൾ പോയിട്ട് വരട്ടെ എന്നുള്ളതിൽ ഞാനിവിടെ എൻ്റെ കോളേജും അല്ലാതെയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നു. അതുകൊണ്ട് ഫ്ലൈയിങ് ഇനി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ റിസൈൻ ചെയ്ത് പോന്നപ്പോൾ കുറച്ച് നാളും കൂടെ വേണമെങ്കിൽ ഇന്ത്യൻ എയർലൈൻസ് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടൈമിൽ പിന്നെയും ഈ ഒരു ഗ്യാപ്പ് വരും എന്നുള്ളൊരു ഇതും കൊണ്ട്, അതായത് ആൾ നാട്ടിൽ വന്നിട്ട് പിന്നെയും ഞാനിനി പോകണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വന്നുകൊണ്ട് വിട്ട്. ഈ ക്യാബിൻ ക്രൂ ആകുമ്പോഴുള്ള ഫീസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ക്യാബിൻ ക്രൂ ആവുന്നതിന് ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. ഈ മെർച്ചന്റ് നേവി പ്രൊഫഷണൽ പറഞ്ഞ പോലുള്ള കോഴ്സ് കാര്യങ്ങൾ അഡീഷണൽ കോഴ്സ് അത് മാൻഡേറ്ററി അല്ല. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസും ലാംഗ്വേജ് സ്കില്ലും പെർഫോമൻസ് സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂ ആവാം. പക്ഷെ അത് ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചവരും അങ്ങനെയൊക്കെ വരുമ്പോൾ ലാംഗ്വേജിന് കുറച്ച് പുറകിലോട്ടായിരിക്കും, കോൺഫിഡൻസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഡിപ്ലോമ ഏവിയേഷൻ കോഴ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും, അവരുടെ ഇത് സ്കിൽസ് എല്ലാം ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും ലാംഗ്വേജ് ക്ലാസ്സുകളുണ്ട്, അഡീഷണലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നോ, അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിനുള്ള ടിപ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മളുടെ കോളേജിൽ വരുന്നത് 1 ഇയർ കോഴ്സാണ് മിനിമം വരുന്നത്. അതുപോലെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും 1 lakhൽ താഴെയാണ് ഫീസ് സ്ട്രക്ചർ ഇട്ടിരിക്കുന്നത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിന് വേണ്ടിയിട്ട് 2-2.5 ലക്ഷം 3 ലക്ഷം അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി പറയുന്ന ഒരു കാര്യം ഇതാണ്, ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട്.
ബേസിക്കലി വേണ്ട ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും എക്സ്പെൻസ് കൊടുത്ത് നിങ്ങൾ ഈ ഫ്ലൈറ്റ് ട്രിപ്പ് കണ്ടും അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത് പറഞ്ഞിട്ടാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. അഡീഷണൽ ഫ്ലൈറ്റ് ട്രിപ്പ് അതുണ്ട്, ഇതുണ്ട്, സ്വിമ്മിങ് ഉണ്ട്, അതുണ്ട്. അതൊന്നും ട്രിപ്പ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറാനായിട്ട് ഒരു 1000 3000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള എവിടെ വേണമെങ്കിലും പോവാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 ലക്ഷം കൊടുത്തിട്ട് പഠിക്കാൻ ശരിക്കും ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഈ 1 ഇയറിൽ വേണ്ട പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, അതാണ് മെയിൻ. അത് കിട്ടി ഈ ഒരു പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടോ, അങ്ങനെയുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. അപ്പോൾ എനിക്ക് കൂടുതൽ പറയാം. കാരണം ഈ വാട്സപ്പ് ചാറ്റിലൊന്നും എനിക്ക് അധികം ടെക്സ്റ്റ് ചെയ്ത് ഓരോ എൻക്വയറി, കാരണം ഇപ്പോൾ തന്നെ നമുക്ക് 19 അഡ്മിഷനോളം കഴിഞ്ഞു, ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും കൂടെ കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും എൻക്വയറീസിന് നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് ഇപ്പോഴും കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. കോളേജിൽ ഇപ്പോൾ നിലവിൽ ഓൺ ആണ്. അതെ. അപ്പോൾ ഈ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റും. കാണുന്നതിനൊക്കെ ഞാൻ നമ്പർ അയച്ചിരുന്നത് കോൾ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി മച്ച് ബെറ്റർ. ഓക്കെ, നമ്പർ അറിയാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ചാനൽ ഇവിടെ ആയിപ്പോയി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കുക. എൻ്റെ ചാനലിൽ ഇരുന്ന് പ്രസന്റ് ചെയ്യണമല്ലോ, ഞാൻ അങ്ങ് ഇരുന്ന് പറയാം. ഓക്കെ, ക്യാബിൻ ക്രൂ ആകുമ്പോൾ സ്കിൻ ടോൺ പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോയിൽ ഇതും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, സ്കിൻ ടോൺ പ്രശ്നമുണ്ടോ? ഇല്ല. നിങ്ങൾ ഇപ്പോഴും ഏത് കാലത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പെർഫോമൻസ് ആണ് നോക്കുന്നത്. ഇവിടെ വേണ്ട ഒരു കാര്യം, ഇറ്റ്സ് എ ഗ്ലാമറസ് ജോബ് എന്ന് കരുതിക്കൊണ്ട് ക്യാബിൻ ക്രൂ ഭയങ്കര ഗ്ലാമറസ് ആയിരിക്കണം എന്നല്ല. വെൽ ഗ്രൂംഡ് ആയിരിക്കണം. അതിൽ കളർ അല്ലെങ്കിൽ സ്കിൻ ടോൺ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ ക്ലിയർ സ്കിൻ ആയിരിക്കണം. ടാറ്റൂസും വിസിബിൾ മാർക്സ് ഒന്നും പാടില്ല. ഇൻ കേസ് വിസിബിൾ മാർക്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ 2-3 months കൊണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമല്ല കേട്ടോ. ഇനി ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ. സന്തോഷമായി മുന്നോട്ട് പോകുക. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് കമൻറ്റ് ചേച്ചി, is there any age limits for flying? And can you please say hi to Renha? Yes. ഹായ് റെൻഹ. ഏജ് ലിമിറ്റ് എന്ന് പറയാനായിട്ട് ഫ്രഷേഴ്സിനാണെങ്കിൽ ഇൻ്റർവ്യൂസിൽ അവർ ചോദിക്കുന്നത് 27 ആണ് മിക്ക എയർലൈൻസും ചോദിക്കുന്നത്. ഇനി എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആണെങ്കിൽ 30 above 32 33 ഒക്കെ ഉണ്ട്. ഇൻ്റർനാഷണൽ എയർലൈൻസ് ആണെങ്കിലും ഈ പറഞ്ഞ 30-32 ഒക്കെ വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ആണെങ്കിൽ 27 ആണ് അവർ മിനിമം ചോദിക്കുക ഇൻ്റർവ്യൂവിന്. വൺസ് ക്യാബിൻ ക്രൂ ആയി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നിടത്തോളം ഫ്ലൈ ചെയ്യാം. അതായത് അതുണ്ട്, മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും ഉണ്ട്. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം. ഞാൻ ജസീറയിലായിരിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു എയർലൈൻസിൽ 55, 56, 57 വയസ്സുള്ള ആൾക്കാർ വരെയുണ്ട്. അതായത് പേരക്കുട്ടികൾ വരെയുള്ള ക്യാബിൻ ക്രൂസ് സ്റ്റിൽ ദേ ആർ ഫ്ലൈയിങ്. വേറെ മറ്റും ഇൻ്റർനാഷണൽ എയർലൈൻസിൽ എമിറേറ്റ്സ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് എയർലൈൻസിൽ ഇതുപോലെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നിടത്തോളം ഫ്ലൈ ചെയ്യുന്ന ക്യാബിൻ ക്രൂസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, സർ പ്ലീസ് ഗിവ് ഇൻഫർമേഷൻസ് അബൌട്ട് IMU CET ആൻഡ് ഇറ്റ്സ് ബെസ്റ്റ് കോളേജ് ആൻഡ് സിലബസ്. കോളേജും ഇതും പറഞ്ഞു. IMU CET എക്സാമിൻ്റെ ബെസ്റ്റ് കോളേജും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അതുപോലെ എന്താണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് ചോദിച്ചാൽ +2 NCERT സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും IMU CET എക്സാമിന് ചോദിക്കുക. സോ NCERT സിലബസ്, സോ അതിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്യുക. ചേച്ചി മറ്റേ ചാനലിൽ കമൻറ്റ് ചെയ്തിരുന്നു, ചേച്ചി കണ്ടില്ല. ക്യാബിൻ ക്രൂ ആയി കഴിഞ്ഞ് ഓരോ 1 year കഴിയുമ്പോൾ എക്സാംസ് ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടാവുക. പ്ലീസ്, ഇൻ്റർവ്യൂസ് ഉണ്ടാവില്ല. നിങ്ങൾ ക്യാബിൻ ക്രൂ ആയി കഴിഞ്ഞാൽ സീനിയർ ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാംസ് ഒക്കെ നമുക്കുണ്ടാവും. എല്ലാ ഇയർലി ഉള്ള റിഫ്രഷ്മെൻറ്റ്സും കോഴ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹായ് ചേട്ടാ, ഞാനൊരു ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് മെർച്ചൻ്റ് നേവി ഒരു ഡ്രീമാണ്. സോ മെക്കാനിക്കൽ കഴിഞ്ഞ് GMA ചെയ്യണമെന്നറിയാം. പക്ഷേ അതിന് ഞാൻ ഇനീഷ്യലി തൊട്ട് എന്തൊക്കെ സ്കിൽസ് ആൻഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് പറഞ്ഞല്ലേ? പറഞ്ഞാണ്. നല്ല കോളേജിൽ എന്തൊക്കെയാ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പം ഈ പറഞ്ഞല്ലോ, ഇപ്പം എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. വാട്ട് ഈസ് യുവർ ഏജ്? അതെന്തിനത്?
ഏജൊക്കെ എന്തിനാണ്? എന്നാലും എനിക്കിപ്പോൾ പറയാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ പറയാം. എനിക്ക് 27. 28 കഴിഞ്ഞു. 30s ആറായിരുന്നു. 30 കഴിഞ്ഞ് ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയില്ല ചിലപ്പോൾ. ഇത്രയാണ് നമുക്ക് പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇൻ മൈ ചാനൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അതിനുള്ളൊരു ക്ലാരിറ്റി വീഡിയോ നമ്മൾ ലൈഫ് അപ്ഡേറ്റ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ റിലേറ്റഡ് ആയിട്ട് ബേബി എത്ര മന്ത്സായി, ഡെലിവറി ഡേറ്റ് എന്നാ, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ക്വസ്റ്റ്യൻ തന്നെ, ക്യാബിൻ ക്രൂ ആയിട്ട് ഇനി പോവുക, അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. സോ ഇപ്പോൾ കറൻ്റ്ലി 8th മന്തിലേക്ക് ആയിരിക്കുകയാണ്. ഡെലിവറിക്ക് ഓൾറെഡി നമ്മൾ ലൈഫ് അപ്ഡേറ്റിൽ പറഞ്ഞു ആളുണ്ടാവില്ല, ഈസ് ഗോയിങ് ബാക്ക് ഓൺ ടുമോറോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നാളെ കാലത്ത് ആള് പോവാണ്. യെസ്, എല്ലാവർക്കും ടാറ്റ. അതെ. അപ്പോൾ ബേബീനെ കാണാനുള്ള ഒരു ടൈമില്ല. ഇനിയിപ്പോൾ ഒരു കുറച്ച് സാധിക്കില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ആൾക്ക് ഡിസംബറിൽ എത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്തതിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇസ് ഗോയിങ് ഓൺ ടുമോറോ. അപ്പോൾ ഇതാണ് ലൈഫ് അപ്ഡേറ്റ് വരുന്നത് കേട്ടോ. അത് ഓൾറെഡി ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ അപ്ഡേറ്റ്സ് നിലവിലില്ല, ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട്. പക്ഷെ തന്നെ ഈ ഒരു പ്രൊഫഷനിലേക്ക് താങ്കൾ വന്നത് ആ ഒരു കാര്യം മറ്റ് വേറെ എന്താ പറയുക, ഇപ്പോഴത്തെ ജനറേഷനിൽ ആരും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കില്ല. ആ പ്രൊഫഷനിലേക്ക് വരാൻ അന്ന് ഇത്ര സോഷ്യൽ മീഡിയ എന്ന് പറയാൻ റീൽസും ഷോർട്സും ഒന്നും ഇല്ല. പക്ഷെ അയാൾ എത്തിപ്പെട്ട സ്റ്റോറി ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. അത് ഒരു സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യും. എൻ്റെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ പ്രശ്നമുണ്ട്. ഇനിയിപ്പോ ഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ലിമിറ്റഡ് നെറ്റ്വർക്ക് ആണ്. സോ അതുകൊണ്ട് കിട്ടുന്നത് പോലെ എനിക്ക് എന്താ പറയുക വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നെറ്റൊക്കെ ഉള്ളതുപോലെ ഞാൻ വീഡിയോസ് ചെയ്യാം. അപ്പൊ അന്നത്തെ കാലത്ത് എടുത്ത ഇനീഷ്യേറ്റീവ് ഇന്നത്തെ ജനറേഷനൊക്കെ ഈസി ആക്സസ് ആണ് എല്ലാ കാര്യങ്ങളിലേക്കും. അന്നത്തെ ആ സ്ട്രഗിൾ എന്തായാലും ഇപ്പൊ ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കൂടുതൽ കിട്ടും. ഡെഫിനറ്റ്ലി അത് കിട്ടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. സോ അൺടിൽ ഹിസ് നെക്സ്റ്റ് വീഡിയോ, ബൈ. വേഗം വരാം.